നമസ്കാരം സുഹൃത്തുക്കളെ, ജേണി ടിപ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. സുഹൃത്തുക്കളെ, തൃപ്പങ്ങോട് ശിവക്ഷേത്രത്തിലൂടെയുള്ള നമ്മുടെ യാത്ര നമുക്ക് തുടരാം. സാമാന്യം വിസ്തീർണമുള്ള നാലമ്പലമാണ് ഇവിടെ ഉള്ളത്. ഊടുമേഞ്ഞതാണ് ഇവിടുത്തെ നാലമ്പലം. ഇതിൻ്റെ പുറം ചുവരുകൾ വിളക്കുമാടമായി ഉപയോഗിച്ചു വരുന്നു. പടിഞ്ഞാറേ നടയിലൂടെ നാലമ്പലത്തിനകത്ത് കടക്കുമ്പോൾ ഇരുവശത്തുമായി വാതിൽ മാടങ്ങൾ കാണാം. ഭക്തർ നാമജപത്തിനും വിശ്രമത്തിനും ഉപയോഗിക്കുന്ന സ്ഥലങ്ങളാണിവ. തെക്കേ വാതിൽമാടത്തിൽ ഹോമപ്പുരയും വടക്കേ വാതിൽമാടത്തിൽ പാട്ടുപുരയും സ്ഥിതി ചെയ്യുന്നു. നാലമ്പലത്തിനകത്ത് തെക്ക് കിഴക്കേ മൂലയിൽ പതിവ് പോലെ തിടപ്പള്ളിയാണ്. ഇവിടെ ക്ഷേത്രത്തിൽ കിണറില്ല. അതിനാൽ പുറത്തെ കുളത്തിൽ നിന്നാണ് അഭിഷേകത്തിനും നിവേദ്യത്തിനും വെള്ളമെടുക്കുന്നത്. തെക്കു പടിഞ്ഞാറേ മൂലയിൽ പ്രത്യേകം ശ്രീകോവിലിൽ കിഴക്കോട്ട് ദർശനമായി ഗണപതി ഭഗവാൻ സാന്നിധ്യമരുളുന്നു. സാധാരണ ക്ഷേത്രങ്ങളിലേതുപോലെ തന്നെയാണ് ഇവിടെയും വിഗ്രഹം. ഗണപതിക്ക് സമീപത്ത് ദക്ഷിണാമൂർത്തിയുമുണ്ട്. ഹൈന്ദവ വിശ്വാസപ്രകാരം പരമശിവന്റെ സന്യാസരൂപമായി കണക്കാക്കപ്പെടുന്ന രൂപമാണ് ദക്ഷിണാമൂർത്തി സ്വാമി. സാധാരണയായി തെക്കോട്ട് ദർശനം നൽകുന്ന ദക്ഷിണാമൂർത്തി ഇവിടെ കിഴക്കോട്ടാണ് ദർശനം നൽകുന്നത് എന്നൊരു പ്രത്യേകതയും ക്ഷേത്രത്തിലുണ്ട്. വിദ്യാലാഭത്തിനും ബുദ്ധിശക്തിക്കും ദക്ഷിണാമൂർത്തിയെ വന്ദിക്കുന്നത് ഉത്തമമായി കണക്കാക്കപ്പെടുന്നു. പതിവ് പോലെ നാലമ്പലത്തിൽ ഒത്ത മധ്യത്തിലാണ് ശ്രീകോവിൽ സ്ഥിതി ചെയ്യുന്നത്. ഇതിനു ചുറ്റും ദേവന്റെ ഭൂതഗണങ്ങളെ പ്രതിനിധീകരിക്കുന്ന ബലിക്കല്ലുകളുമുണ്ട്. അഷ്ടദിക്പാലകർ: കിഴക്ക് ഇന്ദ്രൻ, തെക്ക് കിഴക്ക് അഗ്നി, തെക്ക് യമൻ, തെക്ക് പടിഞ്ഞാറ് നിര്യതി, പടിഞ്ഞാറ് വരുണൻ, വടക്ക് പടിഞ്ഞാറ് വായു, വടക്ക് കുബേരൻ, വടക്ക് കിഴക്ക് ഈശാനൻ. സപ്തമാതൃക്കൾ: ബ്രാഹ്മി, വൈഷ്ണവി, മഹേശ്വരി, ഇന്ദ്രാണി, വാരാഹി, കൗമാരി, ചാമുണ്ഡി. ഗണപതി, വീരഭദ്രൻ, സുബ്രഹ്മണ്യൻ, ശാസ്താവ്, ബ്രഹ്മാവ്, അനന്തൻ, ദുർഗാദേവി, നിർമാല്യധാരി, ഇവിടെ ചണ്ഡികേശ്വരൻ തുടങ്ങിയ മൂർത്തികളാണ് ഇവിടെ ബലിക്കലുകളായി കുടികൊള്ളുന്നത്. ശീവേലി സമയത്ത് ഇവിടങ്ങളിൽ ബലി തൂകുന്നു. പ്രധാന ശ്രീകോവിലിൻ്റെ നേരെ മുന്നിൽ അതിവിശാലമായ നമസ്കാര മണ്ഡപം സ്ഥിതി ചെയ്യുന്നു. 16 കാലുകളാണ് ഇവിടെ മണ്ഡപത്തിനുള്ളത്. ഇതിലിരുന്നാണ് ബ്രാഹ്മണർ ശ്രീരുദ്രമന്ത്രവും ശിവസഹസ്രനാമവും വേദമന്ത്രങ്ങളും ജപിക്കുന്നത്. മണ്ഡപത്തിൻ്റെ മേൽക്കൂരയും ചെമ്പുമേഞ്ഞിട്ടുണ്ട്. ഇവിടെയും സ്വർണ്ണ താഴികക്കുടം കാണാം. മണ്ഡപത്തിൻ്റെ മച്ചിൽ അഷ്ടദിക്പാലരും ബ്രഹ്മാവും സാന്നിധ്യമരുളുന്നു. ഇതിനടുത്തുള്ള തൂണുകളിൽ രാമായണം, ഭാഗവതം തുടങ്ങി മിക്ക പുരാണങ്ങളിൽ നിന്നുമുള്ള കഥകൾ ദാരുശില്പങ്ങളായി ആവിഷ്കരിച്ചിട്ടുണ്ട്. മണ്ഡപത്തിൻ്റെ കിഴക്കേ അറ്റത്ത് ഭഗവദ്വാഹനമായ നന്ദിയുടെ ഒരു ശിലാവിഗ്രഹവുമുണ്ട്. നമ്മൾ നന്ദിയുടെ ചെവിയിൽ നമ്മുടെ ആഗ്രഹങ്ങൾ പറഞ്ഞാൽ നന്ദി അത് ഭഗവാന്റെ അടുക്കൽ ചെന്ന് പറയുമെന്നാണ് വിശ്വാസം. അതിനാൽ ധാരാളം ഭക്തർ നന്ദിയുടെ ചെവിയിൽ ആഗ്രഹങ്ങൾ പറയാറുണ്ട്. തൃപ്പങ്ങോട്ട് ക്ഷേത്രത്തിലെ മുഖ്യ പ്രതിഷ്ഠ തൃപ്പങ്ങോട്ടപ്പനാണ്. അത്യുഗ്രമൂർത്തിയായ കാലാന്തകനാണ് ഇവിടെ പ്രതിഷ്ഠാസങ്കല്പം. കാലവധവുമായി ബന്ധപ്പെട്ട ഐതിഹ്യകഥയുള്ള ഈ പുണ്യക്ഷേത്രത്തിൽ 3.5 അടി പൊക്കം വരുന്ന സ്വയംഭൂലിംഗത്തിൽ പടിഞ്ഞാറോട്ട് ദർശനമായാണ് ഭഗവാൻ കുടിയിരിക്കുന്നത്. അനാദികാലം മുതലുള്ള പൂജകൾ ഏറ്റുവാങ്ങി സംതൃപ്തനായി വിളങ്ങുന്ന ഭഗവാൻ ഭക്തരെ മരണഭയത്തിൽ നിന്നും രോഗാവശതകളിൽ നിന്നും രക്ഷിച്ചുകൊണ്ട് കാലകാലനായി മൃത്യുഞ്ജയനായി ക്ഷേത്രത്തിൽ വാഴുന്നു. ശംഖാഭിഷേകമാണ് തൃപ്പങ്ങോട്ടപ്പന് പ്രധാന വഴിപാട്. ക്ഷേത്രക്കുളത്തിൽ നിന്നെടുക്കുന്ന തീർത്ഥജലം ശംഖിൽ നിറച്ച് അത് വിഗ്രഹത്തിൽ അഭിഷേകം ചെയ്യുന്ന ചടങ്ങാണിത്. തന്ത്രിയാണ് ഇത് നടത്തുന്നത്. പുലമുടക്കം ഉള്ളപ്പോൾ ഒഴികെ മറ്റെല്ലാ ദിവസവും ഇതുണ്ട്. പിൻവിളക്ക്, കൂവളമാല, ഉദയാസ്തമന പൂജ, ഉമാമഹേശ്വര പൂജ തുടങ്ങിയവയാണ് മറ്റ് പ്രധാന വഴിപാടുകൾ. നാലമ്പലത്തിന് പുറത്ത് ക്ഷേത്ര മതിലകത്തിൻ്റെ വടക്ക് കിഴക്കേ അറ്റത്താണ് ക്ഷേത്രത്തിൻ്റെ മൂലസ്ഥാനമായ കാരണത്തിൽ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. 3.5 അടി ഉയരം വരുന്ന ശിവലിംഗമാണ് ഇവിടത്തെയും പ്രതിഷ്ഠ. പടിഞ്ഞാറോട്ടാണ് ദർശനം. പരശുരാമ പ്രതിഷ്ഠയായ ശിവലിംഗമാണിതെന്ന് പറയപ്പെടുന്നു. കാരണത്തിലപ്പൻ്റെ ശ്രീകോവിലാണത്രേ മാർക്കണ്ഡേയൻ കയറി പിടിച്ചത്. അത്യുഗ്രമൂർത്തിയായ കാരണത്തിലപ്പൻ്റെ ഉഗ്രതയ്ക്ക് ശമനമുണ്ടാക്കാൻ നേരെ നടയ്ക്ക് മുമ്പിൽ കുളം കുഴിച്ചിരിക്കുന്നു. ഇവിടെ ധാര നടക്കുന്നത് കാരണത്തിലപ്പൻ്റെ നടയിലാണ്. കാലവധം കഴിഞ്ഞ് ഭഗവാൻ 3 ചുവടുകൾ വെച്ച സ്ഥാനങ്ങളിൽ പിൽക്കാലത്ത് ശിവലിംഗ പ്രതിഷ്ഠകൾ നടത്തി. ഇവരും പടിഞ്ഞാറോട്ടാണ് ദർശനം. ക്ഷേത്രത്തിലെ ഉപദേവതകൾ: പരമശിവന്റെ ശ്രീകോവിലിനോട് ചേർന്ന് തെക്കുഭാഗത്താണ് പാർവതീദേവിയുടെ പ്രതിഷ്ഠ. പടിഞ്ഞാറോട്ട് ദർശനമായിരിക്കുന്ന ഭഗവാന്റെ വാമഭാഗത്തിൽ വരും വിധമാണ് ഇവിടെ ദേവീ സാന്നിധ്യം. 2 കൈകളോടുകൂടിയ ശിലാവിഗ്രഹമാണ് ഇവിടെ.
ഏകദേശം 3 അടി ഉയരം വരും ഈ വിഗ്രഹത്തിന്. വരദാഭയമുദ്രകളാണ് 2 കൈകളിലുമുള്ളത്. പാർവതീദേവിയും പടിഞ്ഞാറോട്ട് ദർശനമായിട്ടാണ് ഇരിക്കുന്നത്. ദേവി ശിവസാന്നിധ്യത്തിൽ ഇരിക്കുന്നതിനാൽ സർവമംഗളകാരിണിയായ കല്യാണരൂപിണിയാണ്. ദേവിക്ക് പട്ടും താലിയും ചാർത്തുന്നതാണ് ഇവിടത്തെ പ്രധാന വഴിപാട്. ക്ഷേത്ര നാലമ്പലത്തിനകത്ത് തെക്കു പടിഞ്ഞാറേ മൂലയിൽ പ്രത്യേകം തീർത്ത ശ്രീകോവിലിലാണ് സർവവിഘ്ന വിനാശകനും ശിവപാർവതീ പുത്രനുമായ ഗണപതി ഭഗവാൻ കുടികൊള്ളുന്നത്. ഏകദേശം 2 അടി ഉയരം വരുന്ന ശിലാവിഗ്രഹമാണ് ഇവിടെ ഗണപതിക്ക്. ചതുർബാഹുവായ ഭഗവാന്റെ പുറകിലെ വലതുകൈയിൽ മഴുവും പുറകിലെ ഇടതുകൈയിൽ കയറും മുന്നിലെ ഇടതുകൈയിൽ മോദകവുമുണ്ട്. മുന്നിലെ വലതുകൈ വരദ മുദ്രാങ്കിതമാണ്. വിഘ്നേശ്വരനായ ഭഗവാന്റെ പ്രീതിക്കായി ദിവസവും ക്ഷേത്രത്തിൽ ഗണപതി ഹോമം നടത്തിവരുന്നു. ഒറ്റയപ്പം, കറുകമാല, മോദകം തുടങ്ങിയവയാണ് ഗണപതി നടയിലെ പ്രധാന വഴിപാടുകൾ. ഗണപതി പ്രതിഷ്ഠയ്ക്ക് തൊട്ടടുത്ത് തന്നെയാണ് ശിവസ്വരൂപമായ ദക്ഷിണാമൂർത്തിയുടെ പ്രതിഷ്ഠ. സാധാരണയായി തെക്കോട്ട് ദർശനം നൽകുന്ന ദക്ഷിണാമൂർത്തി ഇവിടെ കിഴക്കോട്ട് ദർശനം നൽകുന്നത് ഒരു പ്രത്യേകതയാണ്. ദക്ഷിണാമൂർത്തി ശിവസ്വരൂപമായതിനാൽ ശിവപ്രീതികരമായ എല്ലാ വഴിപാടുകളും പ്രധാനമാണ്. ത്രിമൂർത്തികളിൽ സ്ഥിതികാരകനായ മഹാവിഷ്ണു നാലമ്പലത്തിന് പുറത്തും വടക്കേ നടയിലെ പ്രദക്ഷിണ വഴിക്കകത്തുമായി പ്രത്യേകം തീർത്ത ശ്രീകോവിലിൽ പടിഞ്ഞാറോട്ട് ദർശനമായി കുടിയിരുത്തപ്പെട്ടിരിക്കുന്നു. നാവാമുകുന്ദനായാണ് പ്രതിഷ്ഠാസങ്കല്പം. ശംഖ ചക്ര ഗദാ പത്മധാരിയായി നിൽക്കുന്ന രൂപത്തിലുള്ള ഭഗവാനായാണ് ഇവിടെയും. 3 അടി ഉയരം വരുന്ന ശിലാവിഗ്രഹമാണിവിടെ. പാൽപ്പായസം, അപ്പം, അട, പുരുഷസൂക്ത പുഷ്പാഞ്ജലി, വിഷ്ണു സഹസ്രനാമർച്ചന, ചന്ദനം ചാർത്ത് തുടങ്ങിയവയാണ് ഈ നടയിലെ പ്രധാന വഴിപാടുകൾ. അർജുനനെ പരീക്ഷിച്ച് അദ്ദേഹത്തിന് പാശുപതാസ്ത്രം കൊടുക്കാനായി കിരാതവേഷം ധരിച്ച് വനവിഹാരം നടത്തിയ പാർവതീ പരമേശ്വരന്മാരുടെ പുത്രനായി വേട്ടയ്ക്കൊരു മകനെ കണ്ടുവരുന്നു. ഉഗ്രമൂർത്തിയായ വേട്ടയ്ക്കൊരു മകൻ യുദ്ധവിജയത്തിനും ശത്രുനാശത്തിനും കേരളത്തിലെ ക്ഷത്രിയർ പൂജിച്ചു വന്ന മൂർത്തിയാണ്. തൃപ്പങ്ങോട്ട് ക്ഷേത്രത്തിൽ കാരണയിൽ ക്ഷേത്രത്തിനും ശിവപാദസ്ഥാനങ്ങൾക്കും പുറകിൽ ചെറിയൊരു ചതുര ശ്രീകോവിലിലാണ് അദ്ദേഹത്തിൻ്റെ സ്ഥാനം. പടിഞ്ഞാറോട്ടായാണ് ദർശനം. 1/2 അടി ഉയരം വരുന്ന ശിവലിംഗ സമാനമായ വിഗ്രഹത്തിലായാണ് വേട്ടയ്ക്കൊരു മകൻ്റെ സാന്നിധ്യമുള്ളത്. നാളികേര മുടക്കിലാണ് ഇവിടുത്തെ പ്രധാന വഴിപാട്. വേട്ടയ്ക്കൊരു മകൻ്റെ ശ്രീകോവിലിന് തൊട്ട് തെക്കുവശത്ത് പടിഞ്ഞാറോട്ട് ദർശനമായാണ് ഉഗ്രദേവതയായ ശ്രീ ഭദ്രകാളി ദേവിയുടെ സാന്നിധ്യം. ശിലാനിർമ്മിതമായ കണ്ണാടി ബിംബമാണ് ഇവിടെ പ്രതിഷ്ഠ. ഗുരുതി, രക്തപുഷ്പാഞ്ജലി, ഇരട്ടിപ്പായസം തുടങ്ങിയവയാണ് ഭദ്രകാളി ദേവിക്ക് പ്രധാന വഴിപാടുകൾ. നാലമ്പലത്തിന് പുറത്തും തെക്കേ നടയിലെ പ്രദക്ഷിണ വഴിക്കകത്തുമായാണ് ഹരിഹരപുത്രനായ ശ്രീ അയ്യപ്പസ്വാമിയുടെ സ്ഥാനം. ചതുരാകൃതിയിൽ തീർത്ത പ്രത്യേക ശ്രീകോവിലിൽ പടിഞ്ഞാറോട്ട് ദർശനമായാണ് അയ്യപ്പസ്വാമി കുടികൊള്ളുന്നത്. ശബരിമലയിലേതുപോലെ തന്നെയാണ് ഇവിടെയും ഭഗവാന്റെ വിഗ്രഹം. എന്നാൽ ഇവിടെ ശിലാവിഗ്രഹമാണ്. 1.5 അടി ഉയരം വരും. യോഗസമാധിയിലിരിക്കുന്ന ഭഗവാനെ നീരാഞ്ജനം, അഷ്ടാഭിഷേകം, പുഷ്പാഭിഷേകം, നെയ്യഭിഷേകം എന്നിവയാണ് പ്രധാന വഴിപാടുകൾ. ക്ഷേത്രവളപ്പിൻ്റെ തെക്കു പടിഞ്ഞാറേ അറ്റത്താണ് മഹാവിഷ്ണുവിൻ്റെ പരിപൂർണ അവതാരമായ ശ്രീകൃഷ്ണ ഭഗവാൻ കുടികൊള്ളുന്ന ശ്രീകോവിൽ. വലതുകൈയിൽ കാലിക്കോലും ഇടതുകൈയിൽ ഓടക്കുഴലും ചൂടിയ ഗോശാല കൃഷ്ണനാണ് ഇവിടെയുള്ളത്. അതിനാൽ ശ്രീകോവിൽ ഒരു ഗോശാലയുടെ ആകൃതിയിൽ നിർമ്മിച്ചിരിക്കുന്നു. 2 അടി ഉയരം വരുന്ന മനോഹരമായ വിഗ്രഹമാണിവിടെ. കിഴക്കോട്ടാണ് ദർശനം. പാൽപ്പായസം, തൃക്കൈവണ്ണ, കദളിപ്പഴം തുടങ്ങിയവയാണ് ശ്രീകൃഷ്ണ ഭഗവാന് പ്രധാന വഴിപാടുകൾ. നിത്യേന 5 പൂജകളും 3 ശീവേലികളുമുള്ള മഹാക്ഷേത്രമാണ് തൃപ്പങ്ങോട് മഹാശിവക്ഷേത്രം. രാവിലെ 5 മണിക്ക് നട തുറക്കുന്നു. ആദ്യം നിർമ്മാല്യ ദർശനമാണ്. തുടർന്ന് അഭിഷേകം നടക്കുന്നു. അഭിഷേകത്തിന് ശേഷം മലർ നിവേദ്യമാണ്. തുടർന്ന് നടയടച്ച് ഉഷപൂജ നടത്തുന്നു. 6:15 എതിർത്ത പൂജയും ഗണപതി ഹോമവും തുടർന്ന് ശീവേലിയുമാണ്. തൻ്റെ ഭൂതഗണങ്ങൾക്ക് നിവേദ്യം നൽകുന്നത് ഭഗവാൻ നേരിട്ട് കാണുന്നതാണ് ശീവേലിയുടെ സങ്കല്പം. ശീവേലി കഴിഞ്ഞാൽ നവകാഭിഷേകവും തുടർന്ന് ശംഖാഭിഷേകവും ധാരയും നടക്കുന്നു. 11 മണിയോടെ ഉച്ചപൂജയും 11:30 ഉച്ച ശീവേലിയും നടത്തി 12 മണിക്ക് നടയടയ്ക്കുന്നു. വൈകിട്ട് 5 മണിക്ക് വീണ്ടും നട തുറക്കുന്നു. സന്ധ്യയ്ക്ക് സൂര്യാസ്തമയമനുസരിച്ച് ദീപാരാധന. തുടർന്ന് 7:15 അത്താഴപൂജയും 7:30 അത്താഴ ശീവേലിയും
തുടർന്ന് തൃപ്പുകയും നടത്തി 8 മണിക്ക് വീണ്ടും നടയടയ്ക്കുന്നു. ക്ഷേത്രത്തിലെ തന്ത്രാധികാരം മാർക്കണ്ഡേയന്റെ പിന്മുറക്കാരാണെന്ന് പറയപ്പെടുന്ന കൽപ്പുഴ മനയിലെ വടക്കേടത്ത് തെക്കേടത്ത് ശാഖകൾക്കാണ്. ഇവരുടെ നേതൃത്വത്തിലാണ് ക്ഷേത്രത്തിൽ ശംഖാഭിഷേകം നടത്തുന്നത്. ഇന്നും ദിവസവും തന്ത്രിമാരുടെ നേതൃത്വത്തിൽ പന്തീരടി പൂജയ്ക്ക് ശംഖാഭിഷേകം നടത്തുന്നു. ഇതിൻ്റെ പൂജാവിധികളും മന്ത്രങ്ങളും തന്ത്രി കുടുംബക്കാർക്ക് മാത്രമേ അറിയൂ. പുലമടക്കമുള്ളപ്പോൾ മാത്രം ശംഖാഭിഷേകം നിർത്തിവെക്കുന്നു. കാരണത്തിലപ്പന് ധാരയും വളരെ പ്രധാനമാണ്. ക്ഷേത്രത്തിലെ മറ്റൊരു പ്രധാന വഴിപാട് മഹാമൃത്യുഞ്ജയ ഹോമമാണ്. കാലാന്തകനായ ഭഗവാൻ കുടികൊള്ളുന്ന ഈ ശ്രീലകത്തെ മഹാമൃത്യുഞ്ജയ ഹോമത്തിന് അതിനാൽ തന്നെ കൂടുതൽ പ്രാധാന്യം കൽപ്പിച്ചു വരുന്നു. ഓം ത്രയംബകം യജാമഹേ എന്ന് തുടങ്ങുന്ന മൃത്യുഞ്ജയ മന്ത്രം ജപിച്ചുകൊണ്ടാണ് ഇത് നടത്തുന്നത്. ദീർഘായുസ്സും ആരോഗ്യവുമാണ് ഇതിൻ്റെ ഫലം. പാർവതീദേവിക്ക് പട്ടും താലിയും ചാർത്തുന്നതും പായസം നീതിക്കുന്നതും വളരെ പ്രധാനമാണ്. ഗണപതിക്ക് ഒറ്റയപ്പം, മോദകം, കറുകമാല, ഗണേശ സഹസ്രനാമാർച്ചന, അപ്പം മൂടൽ, മഹാഗണപതി ഹോമം എന്നിവ പ്രധാനമാണ്. വെട്ടത്ത് രാജകുടുംബത്തിൻ്റെ അന്ത്യം വരെ ഭരണകർത്താവ് വെട്ടത്ത് രാജാവായിരുന്നു. തുടർന്ന് ക്ഷേത്രഭരണം നമ്പൂതിരിമാർ ഏറ്റെടുത്തു. അവർക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ മൂലം ക്ഷേത്രഭരണം കോഴിക്കോട് സാമൂതിരിപ്പാടിൻ്റെ ഉടമസ്ഥതയിലായി. ഇന്ന് മലബാർ ദേവസ്വം ബോർഡിൻ്റെ മേൽനോട്ടത്തിൽ സാമൂതിരി രാജ ട്രസ്റ്റിയായി ഭരണം നടത്തുന്നു. ഉദയാസ്തമയ പൂജ, പ്രദോഷ പൂജ, ഉമാമഹേശ്വര പൂജ, സ്വയംവര പുഷ്പാഞ്ജലി, മൃത്യുഞ്ജയ ഹോമം, മൃത്യുഞ്ജയ അർച്ചന, ആയുർ സൂക്ത പുഷ്പാഞ്ജലി, രുദ്രസൂക്ത പുഷ്പാഞ്ജലി, കൂവളഹാര സമർപ്പണം തുടങ്ങിയവയാണ് ക്ഷേത്രത്തിൽ നടക്കുന്ന പ്രധാന വഴിപാടുകൾ. ശിവപ്രധാനമായ ഞായർ, തിങ്കൾ, പ്രദോഷ ശനിയാഴ്ച, ജന്മനക്ഷത്ര ദിവസം, മലയാളം ഇംഗ്ലീഷ് മാസങ്ങളിലെ 1-ാം തീയതി എന്നിവ ദർശനത്തിന് പ്രധാനമായ ദിവസങ്ങളാണ്. ഉത്സവ ദിവസങ്ങൾ കൂടാതെ മഹാശിവരാത്രി, നവരാത്രി എന്നിവ അതിവിശേഷമാണ്. 25 കിലോമീറ്റർ അകലെയുള്ള കോഴിക്കോട് വിമാനത്താവളമാണ് ഏറ്റവും അടുത്തുള്ള വിമാനത്താവളം. തീവണ്ടി മാർഗമാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ തൃപ്പങ്ങോട് തിരുനാവായ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ക്ഷേത്രത്തിലേക്ക് 5 കിലോമീറ്ററാണ് ദൂരമുള്ളത്. തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം 10 കിലോമീറ്റർ സഞ്ചരിച്ചാൽ തൃപ്പങ്ങോട് ക്ഷേത്രത്തിലെത്താം. റോഡ് മാർഗമാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ തിരൂരിൽ നിന്ന് 5 കിലോമീറ്റർ അകലെയുള്ള തിരൂർ ബസ് സ്റ്റാൻഡുമുണ്ട്. സുഹൃത്തുക്കളെ, ശ്രീ പരമേശ്വരൻ മൃത്യുഞ്ജയനായി തൃപ്പങ്ങോട്ടപ്പനായി വാഴുന്ന തൃപ്പങ്ങോട്ട് മഹാശിവക്ഷേത്രത്തെക്കുറിച്ച് അറിഞ്ഞില്ലേ? ഈ ക്ഷേത്രം സന്ദർശിക്കുന്നതിനും തൃപ്പങ്ങോട്ടപ്പൻ്റെയും മറ്റെല്ലാ ദേവന്മാരുടെയും ഉപദേവന്മാരുടെയും ഉപദേവതമാരുടെയും എല്ലാ അനുഗ്രഹം പ്രാപ്തമാക്കുന്നതിനുള്ള എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് ഏവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.